കാസർഗോഡ് വീണ്ടും വൻ ലഹരിവേട്ട. പെർളയിലാണ് 162 ഗ്രാം MDMA കണ്ടിഗൈ സ്വദേശി അബ്ദുൽ അസീസിനെ എക്സൈസ് പിടികൂടിയത്. കാറിലും ശരീരത്തിലും സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA. കെ അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, 162 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് വലിയൊരളവാണ്. ലക്ഷങ്ങളുടെ MDMA ഉണ്ട്. ഈ അബ്ദുൽ അസീസിനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള വിവരങ്ങൾ? ഷിഹാസെ, ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും ശക്തമായ പരിശോധനയാണ് എക്സൈസിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഭാഗത്തൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം വലിയ തരത്തിൽ MDMAയും കഞ്ചാവും ഒക്കെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ 162 ഗ്രാം MDMAയുമായാണ് ഒരു യുവാവിനെ ഇന്നിപ്പോൾ മഞ്ചേശ്വരത്ത് പിടികൂടിയിരിക്കുന്നത്. മഞ്ചേശ്വരം സ്വദേശിയായ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ കൈവശം 162 ഗ്രാം MDMA ആയിരുന്നുണ്ട്. അത് വാഹനത്തിലും അതോടൊപ്പം തന്നെ ശരീരത്തിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുകയും ചെയ്യുന്നത്. ബദിയടുക്ക എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടത്തുകയും ചെയ്തത്. അതേസമയത്ത് ഇയാൾ നേരത്തെ തന്നെ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. കാരണം ഇയാൾ നേരത്തെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ വലിയ അളവിൽ MDMA ഇവിടേക്ക് എത്തിക്കുകയും പല സ്ഥലങ്ങളിലും വിതരണം ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശോധന കർക്കശമാക്കുകയും ചെയ്തത്. ഏതായാലും ഇയാളുടെ വാഹനം ഇപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. KL 14K1338 നമ്പർ I-20 കാറാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ ശരീരത്തിലും MDMA ഉണ്ടായിരുന്നു എന്നാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇയാൾക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുക്കുകയും അതോടൊപ്പം തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. നിരവധി MDMA ആണ് ഇത്തരത്തിൽ കടത്തുകയും ചെയ്തത്. കുട്ടികളെ അടക്കം ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ MDMA എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് ശക്തമായ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്കും നീക്കത്തിലും തന്നെയാണ് ഇപ്പോൾ എക്സൈസും പോലീസും ഉള്ളത്. ശരി അഭിലാഷ്. ഇതുപോലെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കഞ്ചാവ് ചെടികൾ പിടികൂടി